ഒരു നിവൃത്തിയില്ലാത്ത വിലക്കയറ്റം പെട്ടെന്നുണ്ടായിരിക്കുക. അതായത് സാധനങ്ങൾ കോവിഡിന് മുന്നേ ഒരു വിലയുണ്ടായിരുന്നു. കോവിഡിന് ശേഷം ആഫ്റ്റർ കോവിഡ് സാധനങ്ങളുടെ എല്ലാം വില ഭയങ്കരമായിട്ടാണ് കൂടിയിരിക്കുന്നത്. ഗ്യാസ് തൊട്ട് ഗ്യാസിൻ്റെയാണ് മെയിനായിട്ട് ഞങ്ങളെ ആദ്യം തകർത്തൊരു സംഭവം. അത് കഴിഞ്ഞിട്ട് സാധന വില ഈ കടുകിൻ്റെയും ഉപ്പിൻ്റെയും പഞ്ചസാരയുടെ അടക്കം ചെറിയ സാധനങ്ങളുടെ അടക്കം സകല സാധനങ്ങളുടെ മീറ്റ് റേറ്റ്, ചിക്കൻ മീറ്റ് റേറ്റ് എടുത്ത് നോക്കിയാൽ ഇതൊന്നും നമുക്ക് വലുതായിട്ട് മാർക്കറ്റിലേക്ക് ഇടപെടാൻ പറ്റുന്നതല്ല. നേരത്തെ 90 റുപ്പീസിൽ താഴെ നിന്നിരുന്ന ചിക്കൻ മീറ്റ് റേറ്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് 240 റുപ്പീസിലാണ് മീറ്റ് റേറ്റ് നിൽക്കുന്നത്. കൈമ റൈസ് 30-40 രൂപയിൽ നിന്നിരുന്ന സാധനം ഓൾമോസ്റ്റ് 200-ൽ, അതായത് 4 ഇരട്ടിയിലാണ് പ്രൈസ് കയറിയിരിക്കുന്നത്. അപ്പം ആ പ്രൈസിൽ 120 രൂപയ്ക്കും 130 രൂപയ്ക്കും ബിരിയാണി കൊടുത്തിരുന്നിട്ട് എങ്ങനെ പോസിബിൾ ആകും? അത് സിമ്പിൾ ലോജിക്കല്ലേ? അപ്പം ഈ ഒരു ഭയങ്കര റൈസ് ഉണ്ടായിരിക്കുന്ന കഴിഞ്ഞ 1.5 കൊല്ലം കൊണ്ടാണ്. കോവിഡിന് ശേഷം പൊതുവേ ഭയങ്കരമായിട്ട് റൈസ് ഉണ്ടായിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഒരു 8-9 മാസം കൊണ്ടാണ് അസഹനീയമായ പ്രൈസ് റേഞ്ച് ഉണ്ടായിരിക്കണം. ഒപ്പം ലേബറും കണ്ടമാനം കൂടുകയാണ്. അപ്പം നമ്മളെപ്പോലത്തെ നമ്മളിപ്പോൾ പലയിടത്തും സംഭവിക്കുന്നതിനെയോ വലിയ സക്സസ് ആയിട്ടുള്ള കുറേ സ്റ്റോറീസ് കുറച്ച് സ്ഥാപനങ്ങളെ മാത്രം നോക്കിയിട്ടാണ് അവർ ഭയങ്കര കച്ചവടം നടത്തുന്നുണ്ടെന്ന് പറയുന്നത്. പക്ഷേ അതല്ല യഥാർത്ഥ പിക്ചർ എന്ന് പറയുന്നത്. 100 കണക്കിന് ആ സക്സസ് അല്ലാത്ത മീഡിയം റേഞ്ചിൽ ബഡ്ജറ്റായിട്ട് കൊണ്ടുപോകുന്ന സ്ഥാപനങ്ങളുണ്ട് ഇവിടെ. അവരാണ് ഇവിടെ സ്ട്രഗിൾ ചെയ്യുന്നത്. 10-40 കൊല്ലമായിട്ട് ഈ ഒരു കച്ചവടത്തിൽ മാത്രം തലമുറകളായിട്ട്, മേ ബി അങ്ങനെയുണ്ട് കേട്ടോ, 70-80 കൊല്ലങ്ങളായിട്ട് ഈ തലമുറകളായിട്ട് ഈ കച്ചവടം കൊണ്ടുപോകുന്നവരുണ്ട്. അവരെ സംബന്ധിച്ച് ഇത് അവരുടെ ജീവിതമാണ്. ജീവനം എന്നതിനേക്കാൾ ഉപരി ജീവനമാണ്. വേറൊന്നും അവർക്ക് അറിയില്ല. അപ്പം ഇങ്ങനൊരു സ്ഥാപനം ഇങ്ങനെ കൊണ്ടുപോകുന്നിടത്ത്, നമ്മളിങ്ങനെ കാലങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് കൊണ്ടുപോകുന്നിടത്ത് നേരെ മുന്നിൽ യാതൊരു ചിട്ടവട്ടങ്ങളും ഇല്ലാതെ, യാതൊരു പേപ്പർ വർക്കും ഇല്ലാതെ കുറേ പേര് കച്ചവടം നടത്തുന്നു. എല്ലാത്തിനും വേണ്ടേ ഫുഡ് സേഫ്റ്റി എന്ന് പറയുന്ന സാധനം, സേഫ്റ്റി, ഫുഡ്, ഹൈജീൻ, ഈ 3 വാക്കുകൾ എല്ലാവർക്കും ഒരുപോലെയല്ലേ വേണ്ടത്? അപ്പം ഈ യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെ വേറെ കുറേ പേര് നടത്തുകയും, ഞങ്ങൾ ഓരോ വർഷവും ഈ സ്ഥാപനം നടത്താനായിട്ട് 10-14 ലൈസൻസിങ് വേണം. പേപ്പറുകളെല്ലാം എടുത്ത് ഞങ്ങൾ നടത്തുമ്പോൾ ഞങ്ങളിവിടെ മണ്ടരാകുകയല്ലേ? ഇതെല്ലാം നടത്തി നമ്മൾ ഈ ഡോക്യുമെൻസും എല്ലാം കീപ്പ് ചെയ്ത് കറക്റ്റായിട്ട് നമ്മൾ സേഫ്റ്റി സർട്ടിഫിക്കറ്റ് നമ്മുടെ ഓരോ സ്റ്റാഫിനും കീപ്പ് ചെയ്ത് ഇതിലേതെങ്കിലും ഒന്ന് മിസ്സായാൽ ഞങ്ങളെ അനുഭവിക്കേണ്ടി വരുന്ന ചെറുതായിട്ടുള്ള പ്രശ്നങ്ങളല്ല. അപ്പം ഇതെല്ലാം കീപ്പ് ചെയ്ത് ഞങ്ങളിവിടെ നടത്തുമ്പോൾ കുറേ പേര് ഇതൊന്നുമില്ലാതെ നടത്തുകയും ഈ ബാലൻസ് എവിടെയാണ്? ഇതേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ ഈ വിലക്കയറ്റം ഇങ്ങനെ കയറുമ്പോൾ സർക്കാർ എന്തുകൊണ്ട് അതിൽ ഇടപെടുന്നില്ല? കമ്പോളത്തിൽ ഇടപെടണമല്ലോ. പ്രത്യേകിച്ച് നമ്മളെല്ലാം മലയാളികളെ സംബന്ധിച്ച് തേങ്ങയും വെളിച്ചെണ്ണയും തേങ്ങാപ്പാലും ഇല്ലാത്ത എന്തെങ്കിലും ഡിഷുണ്ടോ? സദ്യ എടുത്താൽ തുടക്കം മുതൽ ഒടുക്കം വരെ തേങ്ങാപ്പാലും തേങ്ങയും ഇല്ലാതെ നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പം ഈ സാധനങ്ങൾ മുഴുവനും നമ്മുടെ ഈ കേരളത്തിൽ ആശ്രയിച്ച് നിൽക്കുമ്പോൾ നമ്മൾ പൊതുജനത്തിന് വേണ്ടിയിട്ടാണ്. ഇത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, പൊതുജനത്തിനും കൂടെ ചേർത്താണ് ഞങ്ങൾ ഈ സംസാരിക്കുന്നത്. ഇത് ഹോട്ടൽ റെസ്റ്റോറൻറ്റ് വ്യവസായത്തെ മാത്രമല്ല ബാധിക്കുന്നത്. എങ്ങനെ നമ്മൾ ഈ ഓണം ഉണ്ണും? ഈ പ്രാവശ്യത്തെ ഓണസദ്യ എങ്ങനെ പോസിബിൾ ആക്കും? അതുകൊണ്ടാണ് ഞങ്ങൾ പ്രതിഷേധാത്മകമായിട്ട് ഇന്നിവിടെ ഒറ്റക്കറി സദ്യ. കാര്യം ഇന്നിനി മലയാളിയെ കൊണ്ട് ചോറും ഒരു കറിയും മാത്രമേ അഫോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു കറിയിൽ സാമ്പാറിൽ അടങ്ങിയിരിക്കുന്ന കഷ്ണങ്ങൾ പോലും ക്യാരറ്റ് കിലോ 30-40 കിടന്നത് 120. ഇതൊരു സീസണൽ പ്രതിഭാസമാണ്, മാറാറുണ്ട്. പക്ഷേ എല്ലാ സാധനവും ഒരുപോലെ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ഇപ്രാവശ്യം സദ്യ എത്ര രൂപയ്ക്ക് കൊടുത്താലായിരിക്കും ഹോട്ടലുകാരന് മുതലാകുക? അന്ന് ഹോട്ടലുകാരനെ നോക്കി കൈ ചൂണ്ടിയിട്ട് ദേ ഹോട്ടൽ എടുക്കുന്നു എന്ന് എല്ലാവരും കൂടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ ഈ കച്ചവടം നടത്തുന്നത് വെറുതെ ചാരിറ്റിക്ക് വേണ്ടി മാത്രമല്ല, ഞങ്ങളുടെ കുടുംബം പോറ്റാനാണ്. ഞങ്ങളെ ആശ്രയിച്ച് കഴിയുന്ന ധാരാളം തൊഴിലാളികളെയും ഡയറക്റ്റ്ലി ആൻഡ് ഇൻഡയറക്റ്റ്ലി വലിയൊരു സമൂഹം ഞങ്ങളെ ഇവിടെ ആശ്രയിച്ച് കഴിയുന്നുണ്ട്. അവർ കൂടെ ചേർന്നാണ് ഞങ്ങളുടെ ഈ സമൂഹം എന്ന് പറയുന്നത്. അവർ ജീവിക്കണ്ടേ? അപ്പം ഞങ്ങൾക്ക് ലാഭം ഉണ്ടായാലല്ലേ പറ്റുള്ളൂ. 33% ലാഭം എന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഹോട്ടൽ ഫുഡ് വിൽക്കുമ്പോൾ. ആ 33% നിന്ന് ഇന്ന് സംഭവം 10%, 8%-ലുമാണ് താഴെ വന്ന് നിൽക്കുന്നത്. അതുപോലും ബ്രേക്ക് ഈവൻ ചെയ്യാൻ പറ്റത്തില്ലാതെ അഭിമാനത്തിൻ്റെ പേരിൽ കഷ്ടപ്പെട്ട് ഇത് കൊണ്ടു നടക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇപ്പം ഇത് കുറച്ച് കഴിയുമ്പോൾ നിന്നു പോകും ഈ വ്യവസായം. ആ പരുവത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് തെരുവിൽ ഇറങ്ങിയല്ലേ പറ്റുള്ളൂ. ഞങ്ങൾ സമരക്കാരല്ല. ഞങ്ങൾ സമരത്തിന് വരുന്നവർക്ക് ഊണൂട്ടുകയാണ് ഞങ്ങളുടെ തൊഴിൽ. എല്ലാവർക്കും ഊണൂട്ടുകയും ചേർത്ത് നിർത്തുകയും മാത്രമേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. ഞങ്ങൾ ഇങ്ങനൊരു ഗതികേടിൽ ഇറങ്ങിയെങ്കിൽ അത് ഞങ്ങളുടെ നിവൃത്തികേട് കൊണ്ടാണ്. അപ്പം ഞങ്ങളുടെ നിവൃത്തികേടാണ് ഞങ്ങളിവിടെ വിളിച്ചറിയിക്കുന്നത്. അനധികൃത തട്ടുകട എന്ന് പറയുന്ന കൺസെപ്റ്റ്, വഴിയോര കച്ചവടം, അത് നമ്മൾ സർക്കാർ, കേന്ദ്ര സർക്കാർ, സുപ്രീം കോർട്ട്, കേരള സർക്കാർ എല്ലാം സപ്പോർട്ടീവാണ്. ഈവൻ ഞങ്ങളും സപ്പോർട്ടീവാണ്. അനധികൃത തട്ടുകടകൾ എന്ന് പറയുന്ന വാക്ക് മാറ്റി നിർത്തുക. തട്ടുകടകൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് ദോശ, രസവട, കുഞ്ഞു ഐറ്റംസും കൊച്ചു കടികളും ഒക്കെ ആയിട്ട്
ചെറിയൊരു സംരംഭമായിരുന്നു, വീട്ടിൽ നിന്ന് ചെറുതായിട്ട് ചെയ്യുന്നത്. ഇന്നിപ്പോൾ അതല്ല അതിൻ്റെ പുറകിൽ നടക്കുന്നത്, വലിയൊരു തട്ടുകട മാഫിയ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഫുട്പാത്തിൽ തട്ടുകട വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരാർക്ക് കരം കൊടുക്കുന്നു, കപ്പം കൊടുക്കുന്നു? അവരാർക്കാണ് എന്തെങ്കിലും പേയ്മെൻറ്റ് കൊടുക്കുന്നത്? അവർ കച്ചവടം ചെയ്യുന്നു. ഇവിടെ ലക്ഷങ്ങൾ ഡെയിലി കച്ചവടം നടത്തുന്ന തട്ടുകടകളുണ്ട്. എവിടെയാണ് അവരുടെ അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യപ്പെടുന്നത്? ഞങ്ങൾ GST പേ ചെയ്യുന്നു, ഞങ്ങൾ ലേബർ ടാക്സ് പേ ചെയ്യുന്നു, ഞങ്ങൾ ESI പേ ചെയ്യുന്നു, ഞങ്ങൾ വിവിധ ഇനം ടാക്സേഷൻസ് ചെയ്യുമ്പോൾ ഇവരാരോടാണ് അക്കൗണ്ടബിൾ ആയിട്ടുള്ളത്? ഇവരുടെ ക്വാളിറ്റി ആര് ചെക്ക് ചെയ്യുന്നു? ഇവരെവിടെ നിന്നാണ് വറുത്തുകൊണ്ട് വരുന്നത്? ഞങ്ങളുടെ എണ്ണ വന്ന് ടെസ്റ്റ് ചെയ്ത് ഇത് എത്ര തവണ വറുത്താണെന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഫുഡ് കൃത്യമായിട്ട് എപ്പോൾ വെച്ചതാണ്, ഇത് ഡേറ്റ് ചെയ്തിട്ടുണ്ടോ, ടൈം ചെയ്തിട്ടുണ്ടോ, ഇതിൻ്റെ എക്സ്പയറി എപ്പോഴാണെന്ന് ചോദിക്കുന്നവർ ഈ തട്ടുകടയിൽ പലയാവണ ആവർത്തിച്ച് വറുത്ത ഭക്ഷണത്തെക്കുറിച്ചും ഈ ഓടയുടെ മോളിൽ വെച്ച് ഉണ്ടാക്കുന്ന ഇത്, അവർക്ക് വേസ്റ്റ് ഔട്ട്ലെറ്റ് ഇല്ല, വാട്ടർ ഇൻലെറ്റ് ഇല്ല, കൃത്യമായ മാലിന്യ നിർമ്മാർജ്ജനമില്ല, ഇതൊന്നുമില്ല. ഇത് ആരാണ് ചെക്ക് ചെയ്യുന്നത്? ഇസ് എനിബഡി കീപ്പിംഗ് എ ചെക്ക് ഓൺ ഇറ്റ്? ദാറ്റ് ഈസ് വാട്ട് വി ആർ ആസ്കിങ്. ആരും ഇത് അന്വേഷിക്കുന്നില്ല. നമ്മുടെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിനോടും നമ്മുടെ LGSTയോടും ചോദിക്കുമ്പോൾ അവർ പറയുന്ന, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് പറയുന്നത് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ. എത്രമാത്രം അവരും കൈകെട്ടപ്പെട്ടിരിക്കുകയാണ്. കാര്യം ഇതിലൊരു മാഫിയ വർക്ക് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പുറകിൽ. അപ്പം ഞങ്ങൾ കുറേ പേര് ഇതെല്ലാം കഷ്ടപ്പെട്ട് കീപ്പ് ചെയ്യും, വേറെ കുറേ ഇതിനൊരു അനുവാദം വേണ്ടേ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. പിന്നെ മാലിന്യ സംസ്കരണം ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നമായിക്കൊണ്ടിരിക്കുക. അതെന്താന്നേ, നമ്മുടെ കേരളത്തിന് മാത്രമേ ഉള്ളൂ മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത്. ഈ എല്ലാ കാര്യവും പഠിക്കാനായിട്ട് പല രാജ്യങ്ങളിലേക്ക് നമ്മുടെ ആൾക്കാർ പോകുന്നുണ്ടല്ലോ, നമ്മുടെ ബ്യൂറോക്രസി പോകുന്നുണ്ട്, നമ്മുടെ മന്ത്രിമാർ പോകുന്നുണ്ട്. എന്തുകൊണ്ട് മാലിന്യ സംസ്കരണം നമ്മുടെ രാജ്യത്ത് പോസിബിൾ ആകുന്നില്ല? ഇവിടെ എന്ത് വന്നാലും എന്തുകൊണ്ട് തടസ്സപ്പെടുന്നു? ഇപ്പം നിൻ്റെ മാലിന്യം നിൻ്റെ ഉത്തരവാദിത്തം, നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്തം, ഇതാണ് നമ്മുടെ സ്ലോഗൻ. കേരള ഗവൺമെൻറ്റും നമ്മുടെ ഇത് സുപ്രീം കോർട്ടും നമ്മളെ അനുവദിച്ചിരിക്കുന്ന സ്ലോഗൻ അതാണ്. അതെങ്ങനെയാണ് നമ്മുടെ മാലിന്യം നമ്മളങ്ങ് എടുത്ത് വിഴുങ്ങുമോ? എന്താ ചെയ്യേണ്ടേ? അതിനൊരു സപ്പോർട്ട് സിസ്റ്റം ഗവൺമെൻറ് തന്നാലല്ലേ നമുക്ക് പറ്റത്തുള്ളൂ. ഓരോ ദിവസവും ഈ മാലിന്യ നിർമ്മാർജ്ജനമാണ് ഞങ്ങളെ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഡിഫിക്കൽറ്റി. അതിനൊരു പൊതുവായ ഒരു മാർഗ്ഗരൂപം കൊണ്ടുവന്നേ പറ്റുള്ളൂ. അല്ലാതെ നമ്മളെ കൊണ്ട് ഈ ഒരു പല സ്ഥാപനങ്ങളും ചെറിയ സ്പേസിൽ, കോൺക്രീറ്റഡ് സ്പേസിലാണ്. അവിടെ ഈ പറയുന്ന ബിന്നുകളോ ഇതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതിൻ്റെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഫീസിബിലിറ്റി ആൻഡ് പോസിബിലിറ്റി അന്വേഷിക്കാതെയാണ് പലപ്പോഴും ഈ പറയുന്ന പല നിയമങ്ങളും ഞങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നത്. ഇനി പുതിയൊരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ അവർ കുറേ കടമ്പകളിലൂടെ കടന്നു പോയേ പറ്റത്തുള്ളൂ. പഴയ സ്ഥാപനങ്ങൾ എങ്ങനെയോ കൊണ്ടുപോകുന്നുണ്ട്, പക്ഷേ അവരുടെ മേലും പുതിയ നിയമങ്ങൾ ഉടനെ തന്നെ താമസിയാതെ വരുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഓരോ വർഷം ചെല്ലും തോറും ലൈസൻസിങ് ഈസ് ഗെറ്റിംഗ് സോ ഡിഫിക്കൽട്ട്. എല്ലാ വർഷവും അതിൻ്റെ എമൗണ്ടും ഭയങ്കരമായിട്ട് കയറുകയാണ്. 2000-3000 നിന്നിരുന്ന ലൈസൻസിങ് ഇപ്പം ഞങ്ങൾക്ക് ഓരോ വർഷം 30,000-40,000-ത്തിലാണ് ചെന്നെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഞങ്ങൾ ഗവൺമെൻറ്റിന് വേണ്ടി ഞങ്ങൾ ചെയ്യുമ്പോൾ തിരിച്ച് ഞങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് തരണ്ടേ എന്നതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഈ ഇൻഡസ്ട്രി അല്ല, ഞങ്ങൾക്ക് വേറൊന്നും അറിയില്ല, അപ്പം ഞങ്ങൾക്ക് സർവൈവ് ചെയ്യണ്ടേ? ഇതാണ് ഞങ്ങളുടെ ചോദ്യം.